നമസ്കാരം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106(1) എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡിലെ 304(a)ക്ക് പകരമായിട്ട് വന്ന സെക്ഷനാണ്. സെക്ഷൻ 304(a) അല്ലെങ്കിൽ 106(1) എന്ന് പറയുന്നത് ഹൂ എവർ കോസസ് ഡെത്ത് ഓഫ് എനി പേഴ്സൺ ബൈ ഡൂയിങ് എനി റാഷ് ഓർ നെഗ്ലിജൻറ്റ് ആക്ട്, അത് നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അത് മനഃപൂർവ്വമല്ലാത്ത ഒരു നരഹത്യയാണത്. ആ കുറ്റകരമല്ലാത്ത ഒരു നരഹത്യ, കുറ്റകരമായ നരഹത്യ വേറെ കാറ്റഗറിയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇവർ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ടിലൂടെ ഒരാൾ മരണപ്പെട്ടു, പക്ഷേ അതെന്താണ്, നോട്ട് അമൗണ്ടിങ് ടു കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അപ്പോൾ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അങ്ങനെ സംഭവിച്ചത്, പക്ഷേ ഒരു റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് ഉണ്ടായിരുന്നു, ആ ആക്ടിൻ്റെ ഭാഗമായിട്ട് മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ വരുന്ന കേസിൽ ഇവിടെ 106(1) അനുസരിച്ച് അതിന് പറയുന്ന ശിക്ഷ 5 വർഷവും ഫൈനുമാണ്. എന്നാൽ ഇത് 304(a) എന്ന് പറയുന്ന IPCയിൽ അതിന് പറഞ്ഞിരുന്ന ശിക്ഷ 2 വർഷവും ഫൈനുമായിരുന്നു. അപ്പോൾ ഇത് 304(a)യിൽ നിന്നും 106(1)ലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ഇംപ്രിസൺമെൻറ്റ് ഓഫ് കാലാവധി 2 വർഷത്തിൽ നിന്നും 5 വർഷമായി ഉയർത്തി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ 106(1)ൽ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് കൂടി ആഡ് ചെയ്തു. സെക്കൻഡ് പാർട്ടായിട്ട് തന്നെയല്ല, അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് മറ്റൊരു ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, ഈ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ടിലൂടെ മരണപ്പെടുന്ന ഒരു സംഭവത്തിന് കാരണക്കാരനാവുന്നത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ, ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ടിലൂടെയാണ് ഒരു രോഗി മരണപ്പെടുന്നതെങ്കിൽ അവിടെ ഇംപ്രിസൺമെൻറ്റിൻ്റെ കാലാവധി 2 വർഷമേ ഉള്ളൂ. അത് വിത്ത് ഫൈനും കൂടിയാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഒഫൻസ് എന്ന് പറയുന്നത്, ഈ പണിഷ്മെൻറ്റിൻ്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഫൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 106(1)ൽ 5 വർഷം ശിക്ഷ പറയുന്ന ഒരു കാരണത്താൽ ഈ മുമ്പ് 304(a) എന്ന് പറയുന്നത് ജാമ്യം കിട്ടുന്ന കുറ്റങ്ങളായിരുന്നു. നമുക്ക് കോടതിയിൽ നിന്ന് സമൻസ് ലഭിക്കുകയോ അല്ലാത്ത പക്ഷം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസായിരുന്നു. കാരണം വാഹനാപകടത്തിലൂടെ മരണം സംഭവിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ കാരണം. അപ്പോൾ ഈ ഇതിന് ശേഷം ഈ 106(1)ലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഇംപ്രിസൺമെൻറ്റ് 5 വർഷമായപ്പോൾ പലരുടെയും മനസ്സിലൊരു സംശയമുണ്ടായി. 5 വർഷം ശിക്ഷ കാലാവധിയുള്ള അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടായി. അത് സ്വാഭാവികമായി ആൾക്കാരുടെ ഇടയിലും അഭിഭാഷകരുടെ ഇടയിലുമൊക്കെ ഇത്തരം സംശയമുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിനെ സംബന്ധിച്ച് ഉള്ളൊരു ക്ലാരിഫിക്കേഷനാണ് 2026 മെയ് മാസം 22-ാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഏബൽ ജോൺ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു കേസുണ്ടായത്. അതായത് ഏബൽ ജോൺ എന്ന് പറയുന്നയാൾ ഒരു മോട്ടോർ സൈക്കിൾ ഓടിക്കുകയും എതിരെ വന്ന ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിക്കുകയും അതിലൂടെ ആ സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ഏബൽ ജോൺ മുൻകൂർ ജാമ്യത്തിനായി ജില്ലാ കോടതിയെ സമീപിച്ചപ്പോൾ ജില്ലാ കോടതി എന്തോ കാരണത്താൽ ഇത് തള്ളുകയും തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ 106(1) BNSൽ പറയുന്ന ഒഫൻസുകൾ എല്ലാം തന്നെ ബെയിലബിൾ ആണ്, അതുകൊണ്ട് അതിന് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ മുൻകൂർ ജാമ്യാപേക്ഷ ക്ലോസ് ചെയ്തു. അതിൻ്റെ കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, ഈ 106(1)ൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഒഫൻസിൽ പറഞ്ഞിരിക്കുന്നത് ഇംപ്രിസൺമെൻറ്റ് ഓഫ് 5 years ആൻഡ് ഫൈൻ കോഗ്നിസബിൾ ബെയിലബിൾ ആൻഡ് മജിസ്ട്രേറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ്, അതാണ്. അപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ അതിനെ ബെയിലബിൾ ഒഫൻസ് എന്ന് ചേർത്തിരിക്കുന്നത് കൊണ്ട് നോൺ ബെയിലബിൾ ഒഫൻസ് അല്ല, അത് ബെയിലബിൾ ഒഫൻസ് ആണ്, അതുകൊണ്ട് അതിന് മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാണ് അത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ക്ലോസ് ചെയ്യുന്നത്. കാരണം ബെയിലബിൾ ഒഫൻസുകൾക്ക് മുൻകൂർ ജാമ്യാപേക്ഷയുടെ ആവശ്യമില്ല, അത് മെയിൻറ്റനബിൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്, ആൾ ദി ഒഫൻസസ് അലിജ്ഡ് അഗൻസ്റ്റ് ദി ആപ്ലിക്കൻ്റ് ആർ ബെയിലബിൾ ഇൻ നേച്ചർ ഈവൻ ദോ ദ ഇംപ്രിസൺമെൻറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ 106(1) ഓഫ് BNS ഈസ് 5 years. The classification of the offence would show that it is bailable one, hence the bail application is closed. അപ്പോൾ ഇതിൻ്റെ 5 വർഷമാണ് ശിക്ഷ പറയുന്നതെങ്കിലും ക്ലാസിഫിക്കേഷനിൽ ബെയിലബിൾ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് 106(1) ബെയിലബിൾ ആണ്. ഇനിയും ഈ 106(1)നോടൊപ്പം തന്നെ ഒരു 106(2) കൂടെ ഭാരതീയ ന്യായ സംഹിതയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 304(a)യിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. 304(a)യിൽ ഇത് റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് ഒറ്റ പണിഷ്മെൻറ്റ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ BNS വന്നപ്പോഴത്തേക്ക് 2024 ജൂലൈ 1 നിലവിൽ വന്ന BNS പ്രകാരം 304(b)ക്ക് പകരം വന്ന 106(1) ഇതിനെ സാധാരണ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ചെയ്യുന്നവരെയും മെഡിക്കൽ പ്രാക്ടീഷണർ ചെയ്യുന്ന റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ടിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും, അത് ശിക്ഷയുടെ കാര്യത്തിൽ മാത്രം
ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഒരു 106(2) എന്ന് പറയുന്ന ഒരു സബ്സെക്ഷൻ ചേർത്തിട്ട് അതിൽ ഹൂവർ കോസസ് ഡെത്ത് ഓഫ് എനി പേഴ്സൺ ബൈ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് വെഹിക്കിൾ. അപ്പം മറ്റതിനകത്ത് റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ആക്ട് എന്നേ പറയുന്നുള്ളൂ, ബൈ ഡ്രൈവിംഗ് ദ വെഹിക്കിൾ എന്ന് പറയുന്നില്ല. ഒരു വാഹനം ഓടിക്കുന്നതിലൂടെ അപകടം ഉണ്ടാവുമെന്ന് പറയുന്നില്ല. എന്നാൽ 106(2) ഒരു വാഹനം ഓടിക്കുന്നതിലൂടെ അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിലൂടെ അയാൾ മരിക്കുകയും ചെയ്താൽ ആ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുന്നതിന് ഹേതുവായ ആൾ ഈ വിവരം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ അവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അയാൾക്ക് 10 വർഷം വരെ ശിക്ഷ കിട്ടാം എന്ന് 106(2) പറയുന്നു. എന്നാൽ ഈ 106(2) ഇതുവരെ നോട്ടിഫൈ ചെയ്തിട്ടില്ല. 2024 ജൂലൈ 1 ഈ BNSന്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ 106(2) ഒഴിവാക്കിക്കൊണ്ടാണ് അത് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ 106(2) ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതാണ് 304(a)യും 106(1)(2) ഇവ തമ്മിലുള്ള വ്യത്യാസം. 304(a)ക്ക് പകരമായിട്ടാണ് BNSൽ 106(1)(2) വന്നത്. അതിൽ 106(1) പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അതിനെ 2 കാറ്റഗറിയായിട്ട് തിരിച്ച് 2 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് 2 രീതിയിലുള്ള ശിക്ഷ പറയുന്നു. അതുപോലെ 106(2) എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതുവരെ നോട്ടിഫൈ ചെയ്ത് നിലവിൽ വന്നിട്ടും ഇല്ല. നന്ദി, നമസ്കാരം.